ദൈവവചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും. ഓ രാമീം പറഞ്ഞാട്ട് അടുത്തേക്ക് കൈ കൊടുത്തോടെ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം നിവർത്തിക്കും. ആമേ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് വചനം ചിലരുടെ ജീവിതത്തിൽ ദൈവേഷ്ടം നിവർത്തിക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട്. ദൈവം ചിലരെ ഇന്ന് തൊടുവാൻ പോകുകയാ. ആമേ. നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവ് നിറവേറ്റി തരാൻ പോവുക. അത് വിശ്വസിക്കുന്നവർ രാമീം പറഞ്ഞാട്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവേഷ്ടം എൻ്റെ വീട്ടിൽ നിറവേറണമെന്ന്? ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്റെ വീട്ടിൽ ദൈവം ചെയ്തിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, വചനത്തോടുള്ള ആർത്തി നമുക്ക് വേണം. വചനത്തെ നമ്മൾ സ്നേഹിക്കണം. വചനത്തിനകത്തെ ക്രിസ്തുവിനെ സ്നേഹിക്കണം. ഒരാൾ വചനം കൈക്കൊണ്ടാൽ, എപ്പോഴും ഞാൻ ഓർക്കാന്ന് പറയാനുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം. ആമേ, ഒരു വചനം നിനക്ക് ദൈവം തന്നാൽ ആ വചനത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരാമയും പറഞ്ഞാട്ട്. അമ്മ അതെങ്ങനെ വചനം തരുന്നതറിയാമോ? ചില സമയത്ത് നമ്മളൊരു വാക്യം എഴുതുമ്പോൾ, വാക്യം കർത്താവിന് സ്തോത്രം, ചില സമയത്ത് നമ്മളൊരു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം നമ്മളോട് സംസാരിക്കുന്ന ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 1000 വട്ടമുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായി. ആമേ, ഒരു വചനം എന്നോട് സംസാരിച്ചു. അന്നേരം ആമി സത്യം എന്തെന്നില്ലാത്ത നമ്മുടെ ശരീരത്തിലെ രോമകൂമങ്ങളൊക്കെ എഴുന്നേക്കും. എന്തോ ഒരു കാര്യം നടക്കാൻ പോകും. വചനത്തിന് ഇത്ര ശക്തിയുണ്ടോ? ഉണ്ട്. അത് വചനത്തിന് മാത്രമേ ഉള്ളൂ. എന്നോട് പരിശുദ്ധാത്മ പറയാ, ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്നത്തെ വചനത്തിനകത്ത് നടക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമീൻ പറഞ്ഞാട്ട്. വചനം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ, കർത്താവിന്റെ സ്തോത്രം, ബൈബിളിൽ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, പക്ഷെ ദൈവത്തിൻ്റെ വചനം ഒഴിഞ്ഞു പോകത്തില്ല. ആമേ. നമുക്ക് ഈ വാക്യത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഭാഗത്തിലേക്ക് വരാൻ പോവുക. ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് കർത്താവിന്റെ സ്തോത്രം 1-2 വാക്യങ്ങളുടെ വായിക്കാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം എടുക്കുക, 13-ാം അധ്യായം എടുക്കുക. 19 മുതലുള്ള വാക്യങ്ങൾ. യേശു 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ ഉപമ പറയുന്ന ഒരു ഭാഗം ഉണ്ട്. ഉപമ ഇതാണ്. 13-ാം അധ്യായത്തെ തുടക്കത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴി അരികിൽ വീണു. ആമേ. വേറെ ചിലത് പാറസ്ഥലത്ത് വീണു. വേറെ ചിലത് മുള്ളിനിടയിൽ വീണു. വേറെ ചിലത് നല്ല നിലത്ത് വീണു. ആമേൻ. എപ്പോഴും പരിശുദ്ധത പറയാം, ഒരുങ്ങിയ നിലത്ത് മാത്രം വചനം വീണാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഒരാമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചത്, ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി. അപ്പൊ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. വേറെ ഭാഗത്തേക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരുവന് ശുദ്ധീകരണം ആവശ്യമാണ്. അശുദ്ധിയെല്ലാം കഴുകിക്കളയണം. ആമേൻ. പാപ സ്വഭാവമെല്ലാം ജീവിതത്തിൽ നിന്ന് വിടണം. നോക്കിയേ, യേശു ഉപമകളെ കുറിച്ച് പറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. എനിക്ക് അവിടെ ആയി നിൽക്കേണ്ടേ. എന്നോട് ദൈവം പറഞ്ഞു, വചനം നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതം ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? രോഗശാന്തിയും ഭൂതങ്ങളെ പുറത്താക്കുന്നതും എല്ലാ വേദപുസ്തക ശുശ്രൂഷയും വചനത്തിനകത്തുനിന്ന് വെളിപ്പെടണം. ഒരാമീൻ പറഞ്ഞാട്ട്. ആമീൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു രോഗിയെ, ചില ആൾക്കാർ പറയാറുണ്ട്, ആർക്ക് വേണം രോഗി സൗഖ്യം, എന്നാ സൗഖ്യമാക്കാം. അങ്ങനെ പറ്റത്തില്ല. ഇത് മനുഷ്യൻ്റെ കൈപ്രവൃത്തി അല്ല. ഇത് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും.
കർത്താവ് തൊട്ട് രോഗികളെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. രോഗസൗഖ്യത്തിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാനത് ചെയ്യുന്നു. മരിക്കുന്നിടം വരെ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൂതിലേക്ക് വരാൻ പോവുക. എന്നോട് പരിശുദ്ധാത്മാ പറയും, കാർമേഘം ഉരുണ്ടുകൂടി വരുന്നത് പോലെ വന്ന കാർമേഘ പാളികളെ എൻ്റെ ദൈവം കീറി മാറ്റാൻ പോവുക. ശ്രദ്ധിക്കുക, വചനത്തിൻ്റെ ഉപമ യേശു പറയുക. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലർ എന്ത് ചെയ്തു? വഴിയരികിൽ വീണു. ആമേ. വേറെ ചിലത് എവിടെ വീണു? പാറസ്ഥലത്ത് വീണു. വേറെ ചിലത് എവിടെ വീണു? മുള്ളിനിടയിൽ വീണു. വേറെ ചിലത് എവിടെ വീണു? നല്ല നിലത്ത് വീണു. ഞാൻ എപ്പോഴും പറയാം, നല്ല നിലത്ത് വീണതിന് മാത്രമേ ഫലമുള്ളൂ. ഉപമ യേശു വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ 13-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഒരാമീ പറഞ്ഞാട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ദൂതിലേക്ക് വരിക. നീ ഇവിടെ വന്നിരുന്നത് ഒരു യാദൃശിക സംഭവമല്ല. ദൈവം നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയതാ. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. നിന്റെ അകത്ത് ദൈവം ഒരു വചനം തരിക. രക്തം ചെയ്യാം. വചനം നിന്റെ അകത്ത് ദൈവം തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ആ വചനം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യാൻ പോവാ. 4 സ്ഥലത്ത് വിത്ത് വീണു. ഒന്ന് വഴിയരികിൽ, മറ്റൊന്ന് പാറസ്ഥലത്ത്, മറ്റൊന്ന് മുള്ളിനിടയിൽ വീണ്, മറ്റൊന്ന് നല്ല നിലത്ത്. ഒരു ചോദ്യം, ഈ എല്ലാ വിത്തുകളും ഒരേപോലെ പൊങ്ങി വരേണ്ടതല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷെ വീണ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആമേ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, തമ്പുരാൻ ലക്ഷ്യത്തോടെ ഇട്ട പല വിത്തും ഫലത്തിലെത്തിയിട്ടില്ല. എന്നാൽ ദൈവം പറയുന്നു, ഇന്ന് വീഴുന്ന വിത്ത് 100% ഫലത്തിലെത്താൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. എന്നോട് ദൈവം പറഞ്ഞു, ചില വീടിനകത്ത് വിത്ത് കിളിക്കാൻ പോകുകയാ. നിന്റെ ഭാവി തകരുമെന്ന് പ്രവചിച്ചവരുടെ മുമ്പിൽ നിന്റെ ഭാവിയെ അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവ്, നിന്റെ സന്തതിയുടെ പേര് മാറ്റാൻ കഴിയുന്ന കർത്താവ് ജയാളിയായി ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്നു. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്ത് അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ശ്രദ്ധിക്കുക, നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. 13-19. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇങ്ങോട്ട് നോക്കിയ, ദൈവം വലിയ ലക്ഷ്യത്തോടെ നിന്റെ അകത്തിട്ട വചനം ദുഷ്ടൻ എടുത്തോണ്ട് പോകാൻ അനുവദിക്കരുത്. 2, ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകും. ചിലര് വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ബ്രദറെ, എന്നോ വചനമായിരുന്നു, ഗ്ലോറി വിക്ടറി ഒക്കെ പറഞ്ഞ് ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങി പോവാ. ബ്രദറെ ഭയങ്കര വചനമായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അങ്ങോട്ട് വേരില്ല. അടുത്ത ആഴ്ച ബാറിൽ ബിയർ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാം. രാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. അടുത്തത്, വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ എൻ്റെ ബ്രദറെ ഭയങ്കര എന്നോ വചനോ ബ്രദറെ, ഞാൻ യേശുവിന് വേണ്ടി ചത്താലും ജീവിക്കുമെന്നൊക്കെ ചിലർ പറയും. അന്നേരം വചന നിമിത്തം ആരെങ്കിലും പറയാ, നീ പ്രാർത്ഥിക്കാൻ പോയതാടി പ്രശ്നമെന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറയും. വേണ്ട, മിണ്ടുന്നില്ല. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. നാശത്തിലേക്ക് പോകുന്ന പാത വീതിയുള്ളതാ. പക്ഷേ നിത്യജീവനിലേക്കുള്ള പാത ഇടുക്കമുള്ളതാണ്. അവിടെ ഞെരുക്കവും ഇടുക്കവുമുണ്ട്. പക്ഷെ അതിനകത്തൂടെ അത് കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാരത്രേ. വേദപുസ്തകം പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. അപ്പോൾ വചനം നിമിത്തം ഉപദ്രവം നേരിട്ടാൽ, വചനം നിമിത്തം കഷ്ടം നേരിട്ടാൽ ദൈവത്തെ ത്യജിച്ച് പറയരുത്. അടുത്ത കേട്ടെ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും. അതാ പ്രശ്നം. അങ്ങ് നല്ലതായിട്ടൊക്കെ കയറിപ്പോണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഈ ലോകത്തിന്റെ ചിന്തയെല്ലാം കൂടെ കയറി ഈ വിത്തിനെ കയറി അങ്ങ് വരിഞ്ഞു മുറുക്കുക. കണ്ടോ, രാമീ വരുന്നില്ല. ചിലൊക്കെ പോലെ ബ്രദറെ, ഞാൻ സുവിശേഷ വേലക്ക് സമർപ്പിക്കുകയാണ്. ഗ്ലോറി എവിടെ സമർപ്പിക്കുന്നത്? പക്ഷെ സമർപ്പിക്കുന്ന പലരും വേല ചെയ്യാറില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പുട്ടടിച്ചേച്ച് കിടന്നുറങ്ങുന്ന അല്ല സുവിശേഷ വേല. ഉറങ്ങാൻ സമയം കിട്ടാത്തതാ സുവിശേഷ വേല. അതുകൊണ്ട് മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ചില പറയും, ബ്രദറെ ഞാൻ ഫുൾ ടൈം അങ്ങ് ഇറങ്ങുക. ഈ ഗൾഫ് രാജ്യത്തൊക്കെ ചെല്ലുമ്പോഴേ ചില ബ്രദറെ ജനുവരി 8-ാം തീയതി വേലയ്ക്ക് ഇറങ്ങിയ 2 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതേ ജനുവരി 8-ാം തീയതി അവൻ അവിടെ തന്നെ കാണും. ജനുവരി 8 ഇനിയുണ്ടല്ലോ എന്നാണ് പറയുന്നത്. സുവിശേഷ വേലയെ പോലെ വിളിയുള്ളവന് പറ്റിയൊരു ഫീൽഡ് ഉലകത്തിൽ വേറെ ഇല്ല.
പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞെരുക്കം, ഈ ലോകത്തിൻ്റെ ചിന്തകൾ നിന്നെ ഞെരുക്കരുത്. അവരെന്ത് പറയും? ഇവർ ആരും ഒന്നും പറയത്തില്ല. വചനം കേട്ടവനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. അടുത്ത കേട്ടോ, അടുത്ത വായിച്ചു നോക്കി. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ദൂത് തുടങ്ങുക. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത്. ഒരാമീൻ പറഞ്ഞാട്ട് എന്നോട് ദൈവം പറഞ്ഞ ചില ഹൃദയങ്ങളെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുക. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് പുറപ്പെടുവിക്കാൻ കഴിയാഞ്ഞ ഫലം ഈ ദിവസങ്ങളിൽ നിന്റെ അകത്തുനിന്ന് ദൈവം പുറപ്പെടുവിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. എന്നോട് ദൈവം പറയാ, ചില നിന്ദിച്ചവർ നോക്കി നിൽക്കേ, നിനക്ക് 100 മേനിയുടെ റിസൾട്ട് ദൈവം തരാൻ പോകുകയാ. നിന്റെ വീടിന് ശാപം പിറക്കുന്ന വീടല്ല, നിന്റെ വീടിനകത്ത് അനുഗ്രഹം വെളിപ്പെടത്തക്കവണ്ണം 100 മേനി റിസൾട്ട്. എന്നോട് ദൈവം പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ മരുഭൂമി അനുഭവിച്ച ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിനകത്ത് 100 മേനി കൊയ്ത്ത് നടക്കാൻ പോവുക. നന്മ കൊണ്ട് നിന്റെ പാണ്ഡികശാലകൾ നിറയത്തക്കവണ്ണം വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ എൻ്റെ കർത്താവ് നിന്റെ കുടുംബത്തിന് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഇന്നിവിടെ പ്രാപിച്ചോണ്ടേ പോകാവൂ. ഇന്ന് നീ പോകുമ്പോൾ നിന്റെ കൂടെ വചനം വരും. നിന്റെ വീടിനകത്ത് വചനം അത്ഭുതം ചെയ്യാൻ പോവുക. വചനം നിന്റെ വീടിനകത്ത് അതിശയം ചെയ്യാൻ പോകുക. വചനം നിന്റെ വീടിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കുന്ന ചെറിയരോട് വിളിച്ചു പറയാം, വചനം പറയുന്നത് അനുസരിക്കണം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഇവിടെ നമ്മളെല്ലാം പരദേശികളാ. ആമേ. ആരും ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവോ? ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടൊന്നുമില്ല. ഇവിടുന്ന് പോകുമ്പം ഒന്നുമില്ലാത്തവനായി വന്നു. 5 കോടിയുടെ താക്കോലൊക്കെ ഇതിൻ്റെ കാണും. പോകാൻ നേരത്ത് 150 രൂപയുള്ള ഒരു വെള്ളപ്പതപ്പ് മാത്രമേ തരൂ. പൈസ ഉള്ളവരും കാശില്ലാത്തവരും മരിച്ച 2 വ്യത്യാസമുള്ളൂ. പൈസ ഇല്ലാത്തവൻ മരിച്ച 60 രൂപയുടെ വെള്ളത്തോർത്തെടുക്കും. അമ്മ ഷീറ്റ് പിരിച്ചു കൊടുക്കും. പൈസ ഉള്ളവൻ്റെ അന്നേ 500 രൂപയുടെ വെള്ളപ്പതപ്പിക്കും. ഇതേ കൊടുക്കത്തുള്ളൂ. 2നും വെള്ളപ്പതപ്പേ കൊടുക്കൂ. വേണ്ടുന്നില്ല. ഹല്ലേലൂയ. അവസാനം ഒരു ചുംബനവും ചുംബിച്ച് ബൈ ബൈ പറഞ്ഞു വിടും. ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു. അപ്പം എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചേ? ഒന്നുമില്ലാതെ ജനിച്ച് ഒന്നുമില്ലാതെ പോകാനാണോ? അല്ല. ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഇവിടുത്തേക്കാൾ വലുതാ അവിടെ കിട്ടാൻ പോകുന്നത്. ഒരാമീൻ പറഞ്ഞാട്ടെ. കുഞ്ഞെ, മരണത്തോടെ തീരുകല്ല, മരണത്തോടൊരു ഭക്തന്റെ ജീവിതം തുടങ്ങുക. ഒരാമീൻ പറഞ്ഞാട്ടെ. യേശുവിന് നിന്റെ പണം വേണ്ട, യേശുവിന് നിന്റെ ഹൃദയം മതി. ഹൃദയം മതി. നിനക്കൊരു നല്ല മനസ്സ് മതി. ജീസസ്, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്കൊരു പ്രേരണ ഉണ്ടെങ്കിൽ നീ അത് യേശുവിന് വേണ്ടി ചെയ്യാതിരിക്കരുത്. കുഞ്ഞെ, നാം ചില ആൾക്കാർ പറയുന്നത്, ബ്രദറെ, ഞാൻ ചിലരെയൊക്കെ കാണാറുണ്ടല്ലോ, ബ്രദറെ ആ വീടൊക്കെ കാണുമ്പോൾ എന്നോ കോടീശ്വരരാ. നിങ്ങൾ മതിലും വീടും കണ്ട് വിലയിരുത്തരുത്. അകത്തനുഭവിക്കുന്ന ദുരിതം അവർക്ക് അറിയത്തുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടെ. 5 കോടിയുടെ കാറ് പൊടി പറപ്പിച്ചുകൊണ്ട് പാഞ്ഞു പോകുമ്പം അതിനകത്ത് അടിപൊളിയാന്ന് ചിന്തിക്കരുത്. അതിനകത്ത് അടിയുണ്ട്, പൊളിയുണ്ട്. ജീസസ്, അടുത്ത് എന്നാൽ അറിയത്തുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടെ കുഞ്ഞെ, നിനക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ സ്വർഗം. വാടക വീടാന്നേലും സ്തോത്രം പറയണം. നല്ല വാടക വീടിനായി സ്തോത്രം. സ്വന്തം വീടാന്നേ നല്ല വീടിനായി സ്തോത്രം. ചിലർ പറയും, നിന്റെ വീട്ടിനകത്ത് പാമ്പിൻ്റെ ദോഷമുണ്ട്. നീ പറയണം, ആ ദോഷത്തിൻ്റെ മേളിൽ വസിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയോളം വേറെ ഒരു ശക്തിയും വരത്തില്ല. ചിലർ പറയാറുണ്ട്, നിന്റെ വീട്ടിൽ ബന്ധനമുണ്ട്, മാന്തി എടുക്കണം. എന്നോട് വചനത്തിൽ മാന്താൻ വകുപ്പില്ല, ചവിട്ടാനാധികാരം. നിന്റെ കാൽക്കീഴിൽ അമരുമെന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് പകൽ അധികാരമുള്ളൊരു തലമുറ എഴുന്നേക്കാൻ പോകുക. വചനം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ അധികാരത്തോടെ കാലുകുത്തിയാൽ പൈശാചിക ശക്തികൾ മുട്ടുകുത്തും. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്, ഒരാർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് പകൽ എനിക്കറിയാം, ഇന്നിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടിനകത്തുനിന്ന് പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോകാൻ പോകുകയാ. ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകാൻ പോകുകയാ. എനിക്കറിയത്തിന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് 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 അമേരിക്കയിൽ വരെ വിടുതൽ നടക്കുക. സൗദി അറേബ്യയിൽ വരെ വിടുതൽ നടക്കുക. എനിക്കറിയത്തില്ല, ജീസസ് കാനഡ വരെ വിടുതൽ നടക്കുക. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ തുള്ളിച്ചാടിക്കുന്ന മറുപടിയുമായി ഇന്നത്തെ ദിവസം വചനം വെളിപ്പെടുന്നു. ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, അവൻ വചനം അയച്ചു നിങ്ങളെ സൗഖ്യമാക്കും.
അങ്കിളെ എന്താ അങ്കിളെ പേര്? സോമരായൻ. സോമരാജൻ. എത്ര നല്ല അങ്കിളാ. കാലിലും കൈക്കും മൊത്തം പ്രശ്നമാണല്ലോ. മുഴുവൻ പ്രശ്നമല്ലയോ? ഒരു വലിയ നിങ്ങളുടെ ഈ കയ്യെ കർത്താവ് പിടിക്കുന്നല്ലോ. ഈ കൈക്ക് എന്താ ബുദ്ധിമുട്ടുള്ളേ? കർത്താവ് ഈ കയ്യെ തൊടുക. നിങ്ങൾക്കൊരു ഭയങ്കര സൗഖ്യം ഇന്ന് ദൈവത്തിൽ നിന്ന് വരും. എത്ര നാളായി നടുവേദന തുടങ്ങിയിട്ട്? നടുവേദന നേരത്തെ ഉണ്ട്, ഇപ്പൊ ഇത്തിരി കൂടുതലാ. അതിപ്പോ എത്ര നാളായി കൂടുതലായിട്ട്? ഇപ്പൊ ഒരു 5-8 കൊല്ലം കൊണ്ടേ ഉണ്ട് നടുവേദന ഉണ്ട്. ഇപ്പം കൂടി ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ടേ ശരിക്ക് വേദന. കുനിയാൻ പറ്റത്തില്ല. ഒരു വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ അങ്ങ് വേദനയാ, ഭയങ്കര വേദന. അമ്മേ സത്യം ഇങ്ങോട്ട് കയറി നിന്നാട്ട്. അങ്കിള് സൗഖ്യമാകാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് പവർ. ഈ മകൻ 6 വർഷമായുള്ള ബാക്ക് പെയിൻ 6 സെക്കൻഡ് കൊണ്ട് യേശു തൊടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. അങ്കിളെ 2 കൈ മേപ്പോട്ടൊന്ന് പൊക്കിക്കുക അങ്കിളെ. എത്രയും പൊക്കാൻ മാത്രമേ. ഈ മകൻ സൗഖ്യമാകട്ടെ. ഹീലിംഗ് പവർ. ഒരു ഭയങ്കര ശക്തി. അങ്കിളെ ഒന്ന് കുനിഞ്ഞേ അങ്കിളെ. ഇനി നൂരങ്കിളെ ഒന്നുകൂടെ കുനിഞ്ഞ അങ്കിളെ. ശരിയാലും വേദനയുണ്ടോ അങ്കിളെ? അങ്കിളെ ഒരു ശകലേലും വേദനയുണ്ടോ? ഇല്ല. പരീക്ഷന്മാരൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞേ. ശകലമേലും വേദനയുണ്ടോ? ഇല്ല. ഒട്ടും ഇല്ല. ഈ അച്ഛനിങ്ങി വന്നിട്ട് എത്ര നാളായി മുഴ ഉണ്ടായിട്ട്? 8 വർഷമായി. 8 വർഷമായി. എവിടാ മുഴ? അവിടെ. ജീസസ്. കൈ അങ്ങോട്ട് വെച്ചോ. ഈ എത്ര വലിപ്പം ഉണ്ടാ മഴയ്ക്ക്? ഇവിടെ നിൽക്കുന്ന മഴയ്ക്ക് നെല്ലിക്കാട് അത്രയുണ്ട്. ജീസസ്. കർത്താവേ, ഈ മുഴ നെല്ലിക്കാട് വലിപ്പത്തിൽ ഇവിടെ നിൽക്കുന്ന ഈ മുഴ 8 വർഷം കൊണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുക. 8 സെക്കൻഡ് കൊണ്ട് സൗഖ്യത്തിന്റെ ശക്തി. അച്ഛാ കൈ ഒന്ന് മാറ്റിക്ക അച്ഛാ. അച്ഛാ ഒന്ന് ചിരിക്കച്ചാ. എന്താ അച്ഛൻ്റെ പേര്? ബെന്നി. ബെന്നി. എത്ര നല്ല പേരാ. ചിരിച്ചോണ്ടാ മൊടയിൽ നോക്കിക്കോ ഉണ്ടോ? ഇല്ല. അതെന്തി? 8 വർഷം കൊണ്ട് നടന്ന നെല്ലിക്കാട് വലിപ്പമുള്ള മുഴ ഇപ്പൊ അവിടെ ഇല്ല. യേശു സൗഖ്യം ആക്കുന്നു. അങ്കിളെ എന്താ പേര്? സക്കറിയ. എത്ര നാളായി മുഴ വന്നു തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി. എത്ര? 1 വർഷമായി. ഇപ്പൊ അവിടെ വന്നപ്പോഴും ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് അവിടെ കാണാനില്ല. 1 വർഷം കൊണ്ട് കൊണ്ടു നടന്ന മുഴ ഇപ്പോൾ അവിടെ ഇല്ല. യേശു സൗഖ്യമാക്കി. ഈ മോളോട് ചോദിക്കുക എന്താ പേര്? സന്ധ്യ. നിങ്ങൾ കയ്യാലെന്ന് കാണിച്ച എത്രയും വലിപ്പമുള്ള മുഴയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത്രയും വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു. എത്ര വർഷമായിട്ടുണ്ട്? കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു, ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയപ്പോഴോ അതവിടെ ഇല്ല. കുറേ വർഷങ്ങളായി നെഞ്ചിലുണ്ടായിരുന്ന ഇവിടെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു ആ മുഴ സൗഖ്യമാകാൻ പോകുകയാ. യേശു അത്ഭുതങ്ങൾ ചെയ്യുകയാ. ഇവിടെ നെഞ്ചിൽ നിന്ന് ആ മുഴ യേശുവിന്റെ നാമത്തിൽ അടിച്ചു വിട്ടതോർത്ത് സ്തോത്രം ചെയ്യുക. എന്താ പേര്? തങ്കമ്മ. ഈ കണ്ണിന് എന്ത് സംഭവിച്ചു? കണ്ണിന് തീവ്രമായിട്ട് കാഴ്ചയില്ല, പുകഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം 10 മാസമായി. ഇപ്പം കാണാമോ നല്ല പോലെ? കണ്ണാടി വെക്കുമായിരുന്നു, ഇപ്പോഴും കണ്ണാടി ഉണ്ട്, പക്ഷെ പുകഞ്ഞു കിടക്കും. കണ്ണാടി ഇല്ലാതെ കാണാം. കാണാം. അന്ധയായി പോയ കണ്ണ് കണ്ണാടി ഇല്ലാതെ കാണാൻ കർത്താവ് കൃപ ചെയ്തു. വെച്ചിട്ട് കൈ എത്ര നാൾ കൊണ്ട് പൊക്കാൻ പ്രയാസമാ? 20 വർഷം. 20 സെക്കൻഡ് കൊണ്ട് യേശു അത് ചെയ്യട്ടെ. ഹീലിംഗ് പവർ. ഒരഭിഷേകമുള്ള മകൾ ഈ അമ്മയുടെ തോളിലേക്ക് കൈവെക്കുമ്പോൾ ആ അമ്മയുടെ ഒരു കൈ അമ്മയുടെ പെടലിയിലും വെച്ചാട്ട്, രണ്ടും ഒരുപോലെ പെടലിൽ ഇങ്ങനെ പിടിച്ചാട്ട്. ലോർഡ്, 2 കാര്യങ്ങൾ ഒരുപോലെ നടക്കട്ടെ. ജീസസ്. താത്തേ ഇനിയും പൊക്കിക്കേ, ഇനിയും താത്തേ ഇനിയും പൊക്കിക്കേ. ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മച്ചി? പെടലി ഒന്ന് തിരിച്ചു നോക്കിക്കേ. മേപ്പോട്ടും നോക്കി, താപ്പോട്ടും നോക്കി. എന്ത് ചെയ്യുമ്പോഴാ പെടലിക്ക് വേദന ഉണ്ടായിരുന്നേ? ഇപ്പോഴോ? ഇപ്പൊ വേദനയില്ല. വേദനയാ. ജീസസ്. കർത്താവ് എന്നോട് പറഞ്ഞു ആ പെടലി സൗഖ്യമാകുകയാ.
അച്ഛൻ്റെ പേരെന്തുവാ? സോമൻ. എവിടെയാ വീട്? മല്ലപ്പള്ളി. സോമൻ എന്നെ മല്ലപ്പള്ളിയിൽ നിന്നൊരു ദിവസം വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മോള് ബോംബെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ബോംബെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവൾക്ക് അതിഭയങ്കര ബാക്ക് പെയിനാണ്. അമ്മേ, അവൾ എന്തോ ഒരു വെയിറ്റ് എടുത്തപ്പം ഒരു സൗണ്ട് കേട്ടു. അത് പിന്നെ അതിഭയങ്കര ബാക്ക് പെയിനാണ്. അവൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം ഈ ബ്രദർ പറഞ്ഞു, മോളെ നീ ഹോസ്പിറ്റലൊന്നും പോകണ്ട, നീ ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോവാ. എന്തിനാ നാട്ടിൽ വരാൻ പറഞ്ഞ? അടുത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയായിരുന്നോ? പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി. ആ മനുഷ്യന് വിശ്വാസം ഉണ്ടായി. ജീസസ് വോയിസ് വന്ന് പ്രാർത്ഥിച്ചാൽ ഈ മോള് സൗഖ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് കൗൺസിൽ റൂമിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അന്ന് വിളിച്ച് പറഞ്ഞ ആളാ ഞാൻ. എൻ്റെ മോൾക്ക് ഭയങ്കര ബാക്ക് പെയിനാണ്, നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിർബന്ധിച്ച് ബെൽറ്റ് ഊരി വെപ്പിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു. ജീസസ്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എഴുന്നേറ്റ് നിർത്തി പ്രാർത്ഥിപ്പിച്ചു. ഹല്ലേലൂയ. ഈ അപ്പൻ്റെ ചൂണ്ടുവിരൽ ഈ മോടെ നടുവിൻ്റെ പെയിനുള്ള സ്ഥലത്തേക്ക് വെച്ച് പ്രാർത്ഥിച്ചു. മോളെ, അന്നേരം എന്താ മോക്ക് പ്രാർത്ഥിച്ചപ്പോൾ അനുഭവപ്പെട്ടെ? ശരീരത്തിന്റെ ഒരു കുളിര് പോലെ തോന്നി. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്ഥലത്ത് പെയിൻ ഇല്ല. പിന്നെ കുനിഞ്ഞു നോക്കി എല്ലാം ചെയ്യാൻ ആ വേദന അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. മോളെ, എന്ന് തൊട്ടാണ് ആ വേദന സ്റ്റാർട്ട് ചെയ്തത്? ഈ വർഷം ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്ത വേദന കഴിഞ്ഞ 15 മിനിറ്റ് മുമ്പ് കൗൺസിലിംഗ് റൂമിൽ വെച്ച് കർത്താവ് ഹീലാക്കി. നോക്കിയേ, അസുഖം വന്നപ്പം അടുത്ത ഹോസ്പിറ്റലിൽ പോവല്ല ചെയ്തത്. ടിക്കറ്റ് എടുത്ത് അപ്പൻ പറയാം, നേരെ നാട്ടിൽ വാ, ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കുഞ്ഞെ, നീ സൗഖ്യമാകും. ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയാം, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓടി പ്രാർത്ഥനാ സ്ഥലത്ത് വരണം. പ്രാർത്ഥന നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ 2 കൈകൾ എന്നെ ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.